ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗുണഭോക്താക്കളുടെ അറിവിലേക്കും അതുപോലെ അംഗനവാടി വർക്കർമാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരുവിധം എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ രജിസ്റ്ററുകളിലും മറ്റും എഴുതി കൊടുത്തിരുന്ന കാര്യങ്ങൾ, നമ്മൾ മാനുവലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റലൈസ്ഡായി. ആർക്കും എവിടെയും ഇരുന്നു കൊണ്ട് നമ്മുടേതായ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ചേഞ്ചസ് വന്നു, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഗുണഭോക്താക്കളെ സംബന്ധിച്ചും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും ഡയറക്റ്റ് ലൈവായി തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അവർക്ക് അറിയാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലേക്കായി നമ്മുടെ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മൾ അക്ഷയ സെൻറ്റർ എടുത്താലും മറ്റേത് സ്ഥലങ്ങളാണെങ്കിലും ഇപ്പോൾ എല്ലാം ഓൺലൈൻ സർവീസാണ്, ഡിജിറ്റലൈസായി മാറിക്കഴിഞ്ഞു. പേപ്പർലെസ്സിലേക്കാണ് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. ഒരു 5 to 10 years കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഒരു പേപ്പർലെസ് എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ തൊട്ടേ നമ്മുടെ അംഗനവാടി വർക്കർമാർക്ക് അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പോഷൻ ട്രാക്കർ വഴിയും അല്ലാതെയുള്ള നമ്മുടെ അംഗനവാടി പ്രവർത്തനങ്ങളും ഇപ്പോൾ ഡിജിറ്റലൈസ്ഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രജിസ്റ്ററുകളാണെങ്കിലും നമ്മുടെ അംഗനവാടി സേവനങ്ങളാണെങ്കിലും ഗുണഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളാണെങ്കിലും ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് ആക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മൾ പോഷൻ ട്രാക്കർ പോലുള്ള ആപ്ലിക്കേഷൻസ്, അതുപോലെ CB കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റുകൾ നമ്മൾ അംഗനവാടിയിൽ നടത്തിയതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും ഈ ആപ്ലിക്കേഷൻ വഴിയാണ്. അതുപോലെ പോഷൻ മാ, നമ്മൾ എല്ലാ കൊല്ലവും സെപ്റ്റംബർ മാസങ്ങൾ നടത്തി വരുന്ന പോഷൻ പക്വാട, ഫീഡിംഗ് വീക്കിൻ്റെ പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ പതുക്കെ ഓൺലൈൻ വഴി സബ്മിഷനിലേക്ക് എത്തി. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ അതോറിറ്റിക്കും നമ്മുടെ ഫീൽഡ് ഫങ്ഷണറിക്കും ഗുണഭോക്താവിനും ഓഫീസ് ലെവൽ സ്റ്റാഫിനും എല്ലാവർക്കും ഒറ്റ വിരൽ തുമ്പിൽ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും കാണാനും അത് നടത്തിയ പ്രവർത്തനത്തിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ എത്രത്തോളം അതിന് നമുക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വന്നതെന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ മാറ്റങ്ങളെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഇത് ഗുണഭോക്താവിനും ഉപകരിക്കും, അംഗനവാടി വർക്കർക്കും ഉപകരിക്കും. ഓക്കെ, സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ആദ്യമായി തന്നെ നമ്മൾ അംഗനവാടി സേവനം എന്ന് പറയുന്നത് നമുക്കറിയാം. പണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ വഴി രേഖപ്പെടുത്തലും THR കൊടുക്കാനായിട്ട് ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു അംഗനവാടി സേവനം ഒരു ഗുണഭോക്താവിന് കിട്ടണമെങ്കിൽ അത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ട് ആ സേവനം നമ്മുടെ ഗുണഭോക്താവിന് ലഭിക്കണമെങ്കിൽ അവരുടെ THR അതുപോലെ EKYC ആൻഡ് ഫേസ് ക്യാപ്ചറിങ് ചെയ്തിരിക്കണം. അങ്ങനെ EKYCയും ഫേസ് ക്യാപ്ചറിങ്ങും കൃത്യമായി ചെയ്താൽ മാത്രമേ ആ ഗുണഭോക്താവിന് എന്ത് ലഭിക്കുള്ളൂ, THR ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഗുണഭോക്താക്കൾക്ക് അറിയാം, നിങ്ങളടുത്ത ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും, അതായത് EKYC കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫേസ് ക്യാപ്ചറിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം, ടീച്ചേഴ്സ് ലോഗിനിൽ നിന്നും അതുപോലെ തന്നെ ബെനിഫിഷ്യറി ലോഗിനിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, EKYCയും ഫേസ് ക്യാപ്ചറിങ്ങും നമുക്ക് എന്ത് ചെയ്യാം, പൂർത്തീകരിക്കാനായിട്ട് പറ്റും. അതിപ്പോൾ വന്നിട്ടുള്ള ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുള്ള പുതിയൊരു മാറ്റമാണ്. ഈ ഒരു മാറ്റത്തിലൂടെ കൃത്യമായിട്ട് ഏതൊക്കെ ബെനിഫിഷ്യറിക്ക് THR കിട്ടി, അത് കിട്ടേണ്ട ബെനിഫിഷ്യറിക്ക് തന്നെയാണോ, അതായത് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യറിക്ക് തന്നെയാണോ ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ തെളിയിക്കുന്ന ഒരു ആധികാരിക രേഖയായിട്ടാണ് EKYCയും ഫേസ് ക്യാപ്ചറിങ് എടുക്കുന്നതിലൂടെ THR ലഭിക്കുന്നത്, അറിയാം. അപ്പോൾ ഇത് ആദ്യപടി എന്ന പോലെ നമുക്ക് വളരെയധികം കൃത്യതയായിട്ട് THR കൊടുക്കാനായിട്ട്, THR വിതരണം ചെയ്യാനായിട്ടുള്ളൊരു മാതൃകയാണ് EKYC ആൻഡ് ഫേസ് ക്യാപ്ചറിങ്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ടീച്ചർമാരായാലും ബെനിഫിഷ്യറി ആയാലും ശ്രദ്ധിക്കുക, നമുക്ക് ഈ ജൂലൈ മാസം അവസാനത്തിനുള്ളിൽ ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കണം. നമുക്ക് ജൂൺ 30 വരെ, നിങ്ങൾക്കറിയാം, ജൂൺ 30 വരെ സ്കിപ്പ് ചെയ്തുകൊണ്ട് THR ഇട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ കൂട്ടി ഇൻഫോം ചെയ്തിരുന്നു, ജൂൺ 30 ശേഷം സ്കിപ്പ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഫേസ് ക്യാപ്ചറിങ്ങും EKYCയും ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഒരുവിധം എല്ലാവരും ചെയ്തിരുന്നു. എന്നാലും കുറച്ച് പേർക്ക് അത് പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അവിടെ പെൻഡിങ് ആയിട്ട് വന്നു. നമ്മുടെ അടുത്ത് മുകളിൽ നിന്ന് ഹയർ അതോറിറ്റി ഇൻഫോം ചെയ്തതുപോലെ തന്നെ ജൂൺ 30 ശേഷം നമുക്ക് എന്ത് പറ്റുന്നുണ്ടായിരുന്നില്ല, EKYCയും ഫേസ് ക്യാപ്ചറിങ്ങിനകത്തുള്ള സ്കിപ്പ് ഓപ്ഷൻ നമുക്ക് എടുത്ത് കളഞ്ഞിരുന്നു.
കാരണം 30-ന് ശേഷം സ്കിപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ പലരും വിചാരിച്ചു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ എന്തുണ്ടായി, ഓട്ടോമാറ്റിക്കലി ആ സ്കിപ്പ് ഓപ്ഷൻ അവിടെ നിന്ന് പോയി. പിന്നെ നമ്മൾ നോർമലി സ്കിപ്പ് ചെയ്യാതെയുള്ള സ്റ്റെപ്പ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നു. സോ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ഈ ഒരു മാറ്റം മനസ്സിലാക്കുക. ഈ ഒരു മാറ്റം മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാം. ദെൻ അടുത്തതായിട്ട് നമുക്ക് പിന്നെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് CBക്കകത്താണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം CB എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റുകൾ. അപ്പോൾ ഈ CB നമ്മൾ നോർമലി അംഗനവാടി തലത്തിൽ നടത്തും, അറിയാലോ. അംഗനവാടി ലെവലിൽ നമ്മൾ CB നടത്തിയിട്ട് ആ നടത്തിയ CB നമ്മൾ ഈ ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റലൈസ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യണത്. അംഗനവാടികൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഗുണഭോക്താക്കളാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അംഗനവാടിയിൽ വന്ന് CB അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിനകത്ത് ടീച്ചർമാർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നമുക്കറിയാം ഒരുപാട് സംഗമങ്ങളാണെങ്കിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റുകളാണെങ്കിലും പബ്ലിക് ഹെൽത്ത് മെസ്സേജസ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതിന് ശേഷം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും, നമ്മൾ ഈ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിൽ CB ഇവൻ്റ് എന്നുള്ള അതിനകത്ത് പോയിട്ട് ഇവൻറ്റുകളിൽ പോയിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യും. ദെൻ അത് നമുക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡിജിറ്റലി അത് അവിടെ നിന്ന് മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തവരെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഡിജിറ്റലൈസേഷനായി. കാരണം നമുക്കത് ചെയ്ത പ്രവർത്തനം ഹയർ അതോറിറ്റി അവിടെ മുകളിലേക്ക് അറിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടുകയാണ് ചെയ്യണത്. മനസ്സിലായി, മാനുവലല്ല. സോ CBയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നു. അതുമൂലം കറക്റ്റായിട്ട് ബെനിഫിഷ്യറിക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെ അംഗനവാടി ടീച്ചർക്കും മറ്റുള്ളവർക്കും ആ പ്രോഗ്രാം കൃത്യമായി നടത്തിയോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു മാർഗ്ഗമായി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാൻ കണ്ടില്ലേ, CB നടത്തുമ്പോൾ നമ്മൾ ഇതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് സാമൂഹിക അധിഷ്ഠിത പരിപാടി എന്നാണ് നമ്മൾ പറയുക. സമൂഹത്തിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് CB, അറിയാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സമൂഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു CB നടത്തുന്നത് മൂലം ഈ പറയുന്ന ബെനിഫിഷ്യറിക്ക് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് നമുക്കറിയാം. ഒരു CB എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ PMനെ ഉൾക്കൊള്ളുകൊണ്ട് ചെയ്യാറുണ്ട്, LMനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാറുണ്ട്, കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലൂടെ അവർ ആ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കെയറിങ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസവശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് രോഗം വരാതിരിക്കാനും കുട്ടികൾ SAM-MAM കാറ്റഗറിയിലേക്ക് വരാതിരിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CBയിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അറിയാലോ. പിന്നെ അതുപോലെ തന്നെ CB ഇവൻ്റാണ് കാണുന്നത്, കണ്ട. ഇതുപോലെ ആളുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനും പറ്റും. അതുമൂലം അവർ ആ അറിവ് വെച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ കുട്ടികളെ വളർത്തി അടുത്തൊരു തലമുറേനെ ഒരുക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെയാണ് പോഷന്മാർ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പം നമ്മൾ അംഗനവാടി തലത്തിൽ നടത്തി വരുന്ന എല്ലാ സെപ്റ്റംബർ മാസങ്ങളിലും സെപ്റ്റംബർ 1 to 30 നമ്മൾ പോഷന്മാർ ആചരിക്കാറ്. ആ ഒരു മാസക്കാലം നമ്മൾ കുട്ടികളുടേതായ എല്ലാ പോഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഡിജിറ്റലൈസേഷനാണ്, അറിയാം. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലി ആപ്ലിക്കേഷൻ വഴി, അതായത് ജൻ ആന്തോളൻ എന്ന് പറഞ്ഞ സൈറ്റാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ടീച്ചർമാരെ പോലെ തന്നെ ബെനിഫിഷ്യറീസും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ്. കാരണം ആ ഒരു മാസക്കാലം നമ്മൾ ബെനിഫിഷ്യറി ലെവലിൽ ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ബെനിഫിഷ്യറി ലെവലിൽ വിവിധ കോമ്പറ്റീഷനുകൾ, ഫുഡ് കോമ്പറ്റീഷൻ, ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോഷന്മാരുടെ ഭാഗമായിട്ട് ബെനിഫിഷ്യറി തലത്തിൽ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെൽ അവെയർഡ് ആയിരിക്കാം. അപ്പോൾ ഈ ബെനിഫിഷ്യറി തലത്തിൽ നമ്മൾ നടത്തുമ്പോൾ അതിന് കൃത്യമായ അവയർനെസ്, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതും ഫുള്ളും നമ്മൾ ഓൺലൈൻ വഴിക്കാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, അതായത് മാറ്റങ്ങൾ വരാണ്. ഇതിനു മുന്നേ നമ്മൾ അംഗനവാടിയിൽ ഒരിക്കലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഇതുപോലെ ഓൺലൈനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. പക്ഷേ മറ്റുള്ള ഇതിനെ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സർവീസസും ഓൺലൈനിലേക്ക് വരുന്ന മാറ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബെനിഫിഷ്യറിക്കായാലും ടീച്ചർമാർക്കായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് പറഞ്ഞു തരുന്നത്. കണ്ടില്ല, ഇതിനകത്ത് ഭാഗമായിട്ട് ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങളുടെയാണ് നമ്മൾ ഈ ഫോട്ടോസ് കാണുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാമ്പുകൾ, അനീമിയയുമായി ബന്ധപ്പെട്ട ക്യാമ്പ്, SAM-MAMൻ്റെ ക്യാമ്പുകൾ, അതിൽ നമ്മളിതുപോലെ JPHN അല്ലെങ്കിൽ അവിടെയുള്ള സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് കൃത്യമായ അവരുടെ കാര്യങ്ങൾ ഹൈറ്റും വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. കണ്ടില്ലേ, ഇതുപോലെയുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കും അംഗനവാടി തലത്തിൽ. അതും ഡിജിറ്റലായി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. പിന്നെ അംഗനവാടി സ്മാർട്ട് അംഗനവാടിയായിട്ട് മാറിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ കുട്ടികൾക്കും കണ്ടില്ലേ.
ആ വരുന്ന കുട്ടികൾക്ക് ആ ഒരു അംഗനവാടിയിലെ അറ്റ്മോസ്ഫിയർ അവർക്ക് വളരെയധികം കംഫർട്ട് ആവുന്ന രീതിയിലേക്കാണ് ചേഞ്ചസ് നമ്മുടെ അംഗനവാടികളിൽ വരുത്തിയിട്ടുള്ളത്. പിന്നെ ഒരുവിധം അംഗനവാടികളിലൊക്കെ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ടി വികൾ, സ്മാർട്ട് ടി വികളോ അല്ലെങ്കിൽ മറ്റ് പ്രൊജക്ടറുകളോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ്, കാരണം നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് കുട്ടികൾക്ക് ഈസിലി അവർക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിലേക്കുള്ള ചേഞ്ചസ് ഇന്നത്തെ നമ്മുടെ അംഗനവാടികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CB ആണെങ്കിലും പോഷൻ മാ ആണെങ്കിലും പിന്നെ അതുപോലെ പോഷൻ പക്വാഡ് ആണെങ്കിലും ഫീഡിങ് വീക്കിൻ്റെ പ്രോഗ്രാമുകളാണെങ്കിലും എല്ലാം നമ്മുടെ അംഗനവാടികളിൽ ഇന്ന് എന്താണ് ഡിജിറ്റലി റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളറിയാം പണ്ട് നമ്മൾ രജിസ്റ്ററിലാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് നമുക്ക് രജിസ്റ്റർ മാത്രമല്ല, നമ്മൾ പോഷൻ ട്രാക്കറിൽ കൃത്യമായി അംഗനവാടി തുറന്നോ എന്ന് കാണിക്കുന്നുണ്ട്. ആ തുറക്കുന്നതിനെ നമ്മൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ലൊക്കേഷൻ ഇട്ട് ചെയ്യണം. ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്, ആക്ടിവിറ്റി കാണിക്കാനായിട്ട് പറയുന്നുണ്ട്, കുട്ടികളെ അറ്റൻഡൻസ്, അതുപോലെ THR ബാർ HCM രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഡിജിറ്റലാക്കിയത് കൊണ്ട് നമ്മുടെ എന്തൊരു പ്രവർത്തനം ആർക്കും എവിടെ ഇരുന്നുകൊണ്ട് വിലയിരുത്താനും അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാറ്റങ്ങൾ ആരൊക്കെ അറിയണം? ഗുണഭോക്താവും അറിയണം, അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിഷ്യറിയും അതുപോലെ അംഗനവാടി വർക്കേഴ്സിനും കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ പ്രവർത്തനങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അതുപോലെ നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഈ ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾ നോക്കിയാൽ ഫോർ ബെനിഫിഷ്യറീസ് ആൻഡ് അംഗനവാടി വർക്കേഴ്സ്, ഈ 14408 പറയുന്ന ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം ബെനിഫിഷ്യറിക്കാണെങ്കിലും അംഗനവാടി വർക്കർക്കാണെങ്കിലും ഈ ഹെൽപ്പ് ലൈൻ നമ്പർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൊബൈൽ ഫോണിനല്ല, നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും, അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, ഇല്ലേ? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അംഗനവാടിയുമായി ബന്ധപ്പെട്ട സർവീസുകൾ, പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യാം? ബെനിഫിഷ്യറീസിന് കൃത്യമായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നമ്പർ അല്ലെങ്കിൽ ഒരു മീഡിയയാണ് ഈ പറയുന്ന പോഷൻ ഹെൽപ്പ് ലൈൻ. അത് അംഗനവാടി വർക്കർമാർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ നമ്പർ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹിന്ദിയാണ് അറിയുന്ന ആളുകളാണെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. അതിനുശേഷം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഹെൽപ്പ് ലൈനായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു ഓൺലൈനായി മാറിയതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, അറിയാലോ. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഇന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ബെനിഫിഷ്യറി ആയാലും ടീച്ചർമാരായാലും നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ഏവർക്കും ഒരുപാട് നന്ദി. ഇനിയും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.